എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമുക്ക് ഒരു പട്ടാണി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മസാല ഉണ്ടാക്കാം. ചോറിനും എല്ലാവരും കൂട്ടാൻ പറ്റിയത് അത്ര ടേസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെ വേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പട്ടാണി മസാലയും എന്തൊക്കെ വേണ്ടത് നോക്കാം. പട്ടാണി മെയിൻ ആളാണ് പട്ടാണിക്കടല. ഇത് കുതിർത്താൻ വെച്ചതാണ്, ഇന്നലെ രാത്രി കുതിർത്താൻ വെച്ചതാണ്. പിന്നെ നല്ല കുതിർന്നു പട്ടാണി ഒരു 300 ഗ്രാം ഉണ്ട്. ആദ്യം വേണ്ടത് ഇതാണ്. പിന്നെ രണ്ടാമത് വേണ്ടത് 2 ഉരുളക്കിഴങ്ങ്, പിന്നെ വലുതാണ് കഷ്ണം വെട്ടി വെച്ചു. പട്ടാണി ഉരുളക്കിഴങ്ങ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. കുറച്ച് 1 സ്പൂൺ മുളക് പൊടിയുണ്ട്, 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വറുത്തരയ്ക്കാനാണ് ഇതാ നമ്മുടെ ചെറിയ 3 ഏലക്കായി, പട്ടഗ്രാമ്പു. കൂടെ വറുക്കാനുള്ളതാണ് ഇതും കുരുമുളക്. പിന്നെ വറുത്തിടാനുള്ളത് കടുക്, എണ്ണ, മല്ലിപ്പൊടി 2 സ്പൂണാണ് എടുക്കുന്നത്. 2 വലിയ ഉള്ളിയുണ്ട്, സവാള, ചെറിയൊരു മുറി തേങ്ങ ചരിവെച്ചിട്ട് ലേശം വേണമെങ്കിൽ അരച്ചും കൂട്ടാം. ഞാൻ വറുത്തരച്ച കൂട്ടണത് 1 സ്പൂണ്, വലിയ സ്പൂൺ 1 സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, 1 മുറി തേങ്ങ. ഇത് 2 വറുത്തരയ്ക്കാനാണ്. പട്ടഗ്രാമ്പ് ഇത് 3 കൂടി വറുത്തരയ്ക്കണം. അപ്പോൾ നമുക്ക് പട്ടാണി വേവിക്കാൻ വെക്കാം. പട്ടാണിക്കടല എന്നാ പറയാ, എവിടേക്ക് വേറെ പേരുണ്ടോ അറിയില്ല. നല്ല കുതിർന്നു. 2 വലിയ ഉരുളക്കിഴങ്ങാണ്, 2 എണ്ണം. നമുക്ക് എത്ര വേണമെന്ന് കൂട്ടി കുറച്ചൊക്കെ വെക്കാമെന്ന് കുഴപ്പമില്ല. എൻ്റെ ഒരു കണക്കിൽ എൻ്റെ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. ഓരോരുത്തർ ഓരോമാര് വെക്കും. എൻ്റെ സ്റ്റൈലിൽ പട്ടാണി മസാലയാണ്. മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിക്കണം, കുറച്ച് വെള്ളം മുങ്ങാവിന് 2 ഗ്ലാസ് ഒഴിക്കാം. ഇനി വെന്ത ശേഷം 2 വിസിൽ 3 വിസിൽ, നല്ലോ വെന്തുടയണ്ട, ഒരു മീഡിയം വെന്താൽ മതി. പിന്നെ ഓരോ കുക്കറിൽ വേവ് ഓരോ മാര്യവും 2 വിസിലേ ഞാൻ വിടുന്നുള്ളൂ. നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം. വെന്ത ശേഷം വേവുമ്പോഴേക്കും തേങ്ങ വറക്കണം. അപ്പം അങ്ങനെ നമുക്ക് പിന്നെ വറക്കാൻ തുടങ്ങാം. പിന്നെ തേങ്ങ വറക്കണം. തേങ്ങ വറുത്തിട്ട് അരച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. തേങ്ങ പച്ച അരച്ചിട്ട് പിന്നെ വറക്കുകയും ചെയ്യും. 2 തരത്തിലൊക്കെ ഇടും പട്ടാണി. ഒരു പട്ടാണി മസാല, ഒരു എലിശ്ശേരി, ഒരു അവിയല്, ഒരു ഇഞ്ചിപ്പുളി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓരോരോ തരത്തിലാവും വെക്കുക. ഓരോരോ വീട്ടിൽ ഓരോ തരത്തിലാക്കാം, ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലുണ്ടാവാം. പലരും പല വിധത്തിൽ വെക്കും. നമ്മൾ നമ്മുടേതായ സ്റ്റൈലിലാണ് കാട്ടുന്നത്. പിന്നെ പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ കുട്ടികൾ, പുതിയ കുക്കിംഗ് ചെയ്യാത്ത കുട്ടികൾ, പുതിയതായിട്ട് കുക്കിംഗ് ചെയ്യാൻ വരുന്ന കുട്ടികൾ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ കുക്കിംഗ്. ഞാൻ എണ്ണ ഒഴിക്കണം. അങ്ങനെ എണ്ണ ഒഴിച്ചു, ചൂടാവട്ടെ. നല്ല ടേസ്റ്റായൊരു കറിയാണിത്. ഇപ്പോൾ ഇറച്ചി അങ്ങനെയൊക്കെയുള്ള വെക്കുന്ന അങ്ങനെ അതിൽ പെട്ടതാണ് മസാല. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം. കുക്ക് ചെയ്യുന്ന കുട്ടികൾ 1-2 പ്രാവശ്യം കണ്ടിട്ട് കുക്ക് ചെയ്യുക. പട്ടഗ്രാമ്പ് കെട്ടു. എല്ലാം പട്ടഗ്രാമ്പ് കെട്ട കുറച്ച് പൊട്ടി നിൽക്കണം, പൊട്ടിത്തെറിക്കുള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു സ്പെഷ്യൽ ആണ്. തേങ്ങാപ്പാൽ കുറച്ച് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 മൂട്ട തേങ്ങാപ്പാൽ കുറച്ചേ ഉള്ളൂ. അത് ലാസ്റ്റ് കാണിക്കുള്ളൂ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി. എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കളറൊക്കെ മാറി വന്നു. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇടുന്നു. തേങ്ങ ഇടാൻ പോകണം. ചെറിയൊരു മൂടി, 1/2 മൂടി തേങ്ങയാണ്. നല്ല ചോക്കനെ വറക്കണം. അതിൻ്റെ കുറച്ച് കറിവേപ്പിലുണ്ട്. എല്ലാം വറവാവട്ടെ.
അപാര ടേസ്റ്റുള്ള ഒരു പട്ടാണി മസാലയാണ്. നല്ല വറുത്ത കളറൊക്കെ മാറി മണം വരണം. അപ്പോൾ സ്പെഷ്യൽ മണവും ടേസ്റ്റും ആവും. ഇവിടെ എണ്ണ അധികം ഒഴിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ വറുത്തിടുന്നത്. നല്ല വെള്ളമില്ലാണ്ട് അങ്ങനെ മസാലക്കറി ഉണ്ടാക്കാം. കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം. നല്ല വറ്റിയിട്ട് തന്നെ ഉപ്പേരി പോലെ ആക്കാം. 2-3 തരത്തിലാക്കരുത്. അത് നമ്മുടെ അവരവരുടെ ഇഷ്ടമാണ് എങ്ങനെയുണ്ട് ഉണ്ടാക്കുന്നത്. മസാല എന്തിലിട്ടിട്ട് അരയ്ക്കുക, കുഴപ്പമൊന്നുമില്ല. മല്ലിപ്പൊടി ഇടുന്നത്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മസാല ഇടുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയാണ്, മുളക് ഇടേണ്ട കുറച്ച് ഇടുന്നു. ഇനി ഇതൊന്ന് ഈ ചൂടിൽ നാവട്ടെ. ഇതിട്ടിട്ട് വേവിക്കാം. നല്ല ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് നല്ല അരച്ചിട്ട് പട്ടാണിയിലിടാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു പൊട്ടു. നമുക്ക് നമ്മുടെ മസാലകളിടാം. മസാല അരച്ചത് കുരുമുളക്, തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കറിവേപ്പില, 1 കൊത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല ചോക്കനെ വറുത്തതാണ്. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് 1 സ്പൂൺ ചിക്കൻ മസാല, ആ 3 പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ എരിവൊക്കെ വേണമെങ്കിൽ കൂട്ടും മുറിയൊക്കെ ചെയ്യാം. ഉപ്പിട്ടു, കഷ്ണത്തിൽ വെന്തു. ഇത് ഒഴിക്കാൻ പോവാണ്. നല്ല നൈസായിട്ട് അരയ്ക്കണം, ആണ് അരവ്. നല്ല ഇളക്കി കൊടുക്കുക, തിളക്കട്ടെ. സൂപ്പർ കളറാണ്, കണ്ട മട്ടൻ കറി തോന്നും. മണം അങ്ങനെയാണ് വരുന്നത്. നല്ല മണക്ക പട്ടാണി മസാല, ഉരുളക്കിഴങ്ങ് പട്ടാണി മസാലയാണ്. ഇനി ഒരു വറവുണ്ട് ലാസ്റ്റ്. തിളക്കട്ടെ. പിന്നെ എൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ കാണിച്ചു തരാം. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഞാൻ. അത് എൻ്റെ സ്പെഷ്യലാണ്. തേങ്ങാപ്പാൽ 1 ഗ്ലാസ്, 1 മുറി തേങ്ങയുടെ പാലെടുത്തിട്ട് ഒഴിക്കുന്നതാണ്. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സ്പെഷ്യലായിട്ട് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഇതോടെ കഴിഞ്ഞ് പിന്നെ വറുത്തിടലാണ്. 1 മുറി തേങ്ങയുടെ പാലാണ്. ഇത് വെള്ളം ഒഴിച്ച് അടിച്ചതാണ്. ചോറിന്, ചപ്പാത്തിക്ക്, നമ്മുടെ ഓണസദ്യയിൽ പറഞ്ഞത്, പിന്നെ കല്യാണ സദ്യയിൽ പറഞ്ഞത്, എല്ലാ സദ്യയിലും പറഞ്ഞതാണ് ഇയാള്. വറക്കാൻ പോവാണ്. വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. 2 സ്പൂൺ വെളിച്ചെണ്ണ, ചെറിയ സ്പൂൺ 2 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഇത് എൻ്റെ സ്പെഷ്യലാണ്. ഇത് നിങ്ങൾ വേണച്ചാൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട. നെയ്യാണ്, എൻ്റെ സ്പെഷ്യലാണ്. 1 സ്പൂൺ കടുക് ഇടണം. ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഉണക്ക മുളക് പൊട്ടിച്ചതാണ്. മുളക് 2-3 ഇടുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. നമ്മുടെ ഉള്ളി 2 സവാള എടുത്ത് വെച്ചില്ലേ, വലുത് 2 സവാള എടുത്ത് വെച്ചതാണ്. ഇടുന്നുണ്ട്. നല്ല മണം, ഗമഗമെന്ന് മണം, മണക്ക മസാലക്കറി. മണക്ക രസിച്ച് രുചിച്ച് കഴിക്കണം.
ആവട്ടെ. നമുക്ക് കൊട്ടാം. പിന്നെ കറിയിലേക്ക് കൊട്ടാം. ലെവലായി. ഇനി വറ്റിക്കാൻ പടങ്ങിയ നമ്മുടെ ഇഷ്ടമാണ്. വറ്റിങ്ങനെ മതി. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണ്. നമുക്ക് വറവ് കൊട്ടാം. നല്ല കളർഫുള്ളായിട്ടുണ്ട്. ആഫാക്കി മണക്ക സലക്കായി. എല്ലാവരും അങ്ങനെ നമ്മുടെ മസാലക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കി കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്, നല്ല മണമാണ്. പിന്നെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് ഓണൊക്കെ അടിച്ച് പൊളിക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.